ബിനോയ് വിശ്വം കൂടി ചേരുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി. ശ്രീ ബിനോയ് വിശ്വം, നോക്കൂ, കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് CPIയുടെ ഒരൊറ്റ വാശി അതാണ് ഈ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിലേക്കും ഒപ്പം ഒരു ഉപസമിതിയെ നിയമിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. ഇപ്പോൾ അതേ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴത്തെ UDF സർക്കാർ അന്നത്തെ പ്രതിപക്ഷം പോയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഞാനിത് കാണുന്നത് UDFന്റെ യഥാർത്ഥമായ മുഖത്തെ കാണുകയാണ്, ഈ രാജ്യം കാണുകയാണ്. അതാണ് UDF. കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ വാസ്തവത്തിൽ BJPയുടെ ആ വരയ്ക്കപ്പുറം പോകാൻ പറ്റില്ല. എന്താണോ BJP കൽപ്പിക്കുന്നത് ആ വഴിക്ക് പോകാൻ വേണ്ടി അച്ചാരം പറ്റിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അതിന്റെ വഞ്ചന മുടി വെക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയും നെഹ്റുവിന്റെ പേര്. ഒരു ഭാഗത്ത് നെഹ്റുവിന്റെ പേര് പറയും, നെഹ്റു സോഷ്യലിസ്റ്റ് ആണെന്ന് പറയും. മറുഭാഗത്ത് BJP നയങ്ങളെല്ലാം സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യും. അത് TMCയിൽ കണ്ടു, ഇപ്പൊ നമ്മൾ വഖഫ് കാര്യത്തിൽ കണ്ട്, എല്ലാത്തിനും കാണുന്നുണ്ട്. കോൺഗ്രസ് സാമർത്ഥ്യം എന്താ കോൺഗ്രസിന്റെ? ആ സാമർത്ഥ്യം മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗിനെ ഈ വഞ്ചനയുടെ മുമ്പ് നിർത്തിയിരിക്കുകയാണ്. കോൺഗ്രസും BJP തമ്മിലുള്ള ഈ കൂട്ടുകച്ചവടത്തിന്റെ മുമ്പിൽ മാപ്പസാക്ഷിയെ പോലെയോ അല്ലെങ്കിൽ ഒരു നോക്കുകുത്തിയെ പോലെയോ നിർത്തിയിരിക്കുന്നത് ഈ ലീഗിനെയാണ്. ലീഗാണെങ്കിൽ അറബിക്കടലിലേക്ക് കെട്ടിത്താത്താൻ വേണ്ടി പോയവരാണ് TMCയെ. ഇപ്പോഴും ഉണ്ട്, ആ കടൽ അവിടെ ഇപ്പോഴും ഉണ്ട്. ലീഗും ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. പക്ഷെ TMC വരികയാണ്. എല്ലാവർക്കും വ്യക്തമാണ് എത്ര പെട്ടെന്നാണ് UDFന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. എത്ര പെട്ടെന്ന് ആപത്തി ഒന്നും ഏറെക്കാലം ആർക്കും മൂടി വെക്കാൻ പറ്റില്ല, ആർക്ക് പുറത്തു വരും. പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ അജണ്ട RSS അജണ്ടയാണ് നടപ്പിലാക്കാമെന്ന് UDFോ കോൺഗ്രസോ ലീഗോ ആരും വ്യാപരിക്കേണ്ട, നടക്കില്ല എന്ന കാര്യം ഉറപ്പിച്ചു പറയുന്നു. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ തന്നെ 2027 മാർച്ച് വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഒരു വർഷം തികച്ചില്ല. അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കേണ്ടതുണ്ടോ? നിലവിൽ അങ്ങനെ വരുമ്പോൾ ഈ നിലവിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ആ രീതിയിൽ തന്നെ തുടർന്നാൽ പോരെ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ആ ചോദ്യം ചോദിക്കാം സെൻസുള്ളവർക്ക്. പക്ഷെ ലീഗിന് ഇപ്പൊ BJP ശക്തി മൂത്തുപോത്ത്, കോൺഗ്രസിന് വിധേയത്വം മൂത്തുപോത്ത്, സെൻസ് ഒന്നും ഇല്ലല്ലോ. BJPയെ തൃപ്തിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യുക? അവിടുന്ന് ആജ്ഞ വന്ന് കാണും RSSന്റെ ആഫീസിൽ നിന്ന് നടപ്പിലാക്കാൻ വേണ്ടി. ഉടനെ മൂളുകയാണ്. ഇനിയിപ്പോൾ CPIയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള CPI പൂർണ്ണമായി എതിരായിരിക്കും. TMC എന്ന് പറഞ്ഞാൽ സംശയം CPIക്കില്ല. അത് വിദ്യാഭ്യാസ രംഗത്ത് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് വിദ്യയാണത്, മറ മാത്രമാണത്. അജണ്ട എന്ന് പറഞ്ഞാൽ TMCയുടെ പിന്നെ ലക്ഷ്യം എന്താ? അവിടെ തന്നെ പറയുന്നുണ്ട്, ലക്ഷ്യം മറ്റൊന്നുമല്ല, ലക്ഷ്യം ഷോക്കേസ് NEPയെ ഷോക്കേസ് ചെയ്ത പദ്ധതിയാണ് ഈ TMC. NEPയുടെ കാര്യം എന്താ? സിലബസ്, പാഠ്യപദ്ധതി മുഴുവനും RSSന്റെ നിശ്ചയപ്രകാരം തിരുത്തി എഴുതണം.